അപ്പോൾ ഇവിടെ ബജ്ജും വടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. മുഴുക്കും ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, ഒരു കാപ്പിയും പറഞ്ഞു. ഇതൊക്കെ ഉള്ളൂ. ഞാൻ ബജ്ജി വ്ളോഗൊക്കെ ഇടാന്ന് വിചാരിച്ചു, അതില്ലാത്തതുകൊണ്ട് ഇതിൽ ഒതുക്കി. അപ്പം ഇനി നാളെ രാവിലെ വരെയും കിട്ടാൻ നോക്കാം. ഓക്കെ, കേട്ടോ. അപ്പൊ ബജ്ജി കിട്ടിയില്ല, എന്താ പറയാനുള്ളത്? കിട്ടിയില്ല, കിട്ടിയ അത് പച്ചിച്ച് ബിസ്ക്കറ്റ് തരാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോ വേണ്ടെന്ന് കണ്ട. ഞാൻ ചോദിച്ചല്ല, നിന്നോടൊരാളും കാര്യം പറയുമ്പോ ഞാൻ ചെയ്യില്ലേ? വേണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയത് ഞാൻ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാ? കൊണ്ടൊന്നും തന്നില്ല. ഞാൻ മുരുക്ക് കൊണ്ടൊന്നും കൊടുത്തില്ല. ഞാൻ എന്താ നോക്ക്, ഞാൻ മുരുക്ക് കൊണ്ടൊന്നും തന്നില്ല ചേട്ടൻ. ഞാൻ ചോദിച്ചാണ്, എല്ലാരുടെ അടുത്തും ചോദിച്ച, ഞാൻ എല്ലാരുടെ അടുത്തും ചോദിച്ച മുരുക്ക് വേണമെന്ന്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അല്ലാണ്ട് ചോദിച്ചിട്ടാ ചൊരച്ചാട്ടാ മുരുക്ക് വേണോ, കുട്ടേട്ടാ മുരുക്ക് വേണോ, അകൽച്ചാട്ടാ മുരുക്ക് വേണോ. അപ്പുചേട്ടനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു കേൾക്കാത്തോണ്ട്, എന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രമേശ് ചേട്ടനും ചോദിച്ചു. അങ്ങനെ ബിസ്ക്കറ്റ് വിഷമയടാ, വിഷമയ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൊള്ളാട്ടാ. അവരോട് പോണവരോട് മുക്കി തിന്നു നോക്കിയോ, തിന്നു നോക്ക്. ഒരു കടി കടിച്ചു നോക്കുന്ന ഒരു കടി കടിച്ചു നോക്കുന്നത്. തിന്നു നോക്കുക. അപ്പൊ ശരിക്കും വേണമെങ്കിൽ ബിസ്ക്കറ്റ് നന്നായിട്ടുണ്ട്. ക്ലാസ്സിലാ ഇത് കഴിഞ്ഞ നേരം കിടക്കാൻ പോണം. ഓക്കെ, രാവിലെ കാണാം. ഓക്കെ. A few moments later. ഞങ്ങള് ബജ്ജി വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടുന്ന് ഒരു ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ട്, നിങ്ങളാണ് ലക്കി, ഞങ്ങള് സ്വാമിമാർക്ക് ഉണ്ണിയപ്പം കൊടുക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. ഉണ്ണിയപ്പം പിന്നെ നമ്മളെ നമ്മളെ കടത്തും, അവര് കൊണ്ട് തന്നോണ്ട് നമ്മളെ കടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. കടത്തൊന്നുമില്ല, ഇത് അവര് തന്നാണ്. ഇപ്പൊ അവരെല്ലാവർക്കും കൊടുക്കുന്ന, അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു. ആ, അവരിങ്ങനെ സ്വാമിമാർക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷെ ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്, ചെറിയൊരു ചൂടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴക്കാനുള്ളതൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ആണോ, കന്യാസ്വാമി മനസ്സിൽ വിചാരിച്ചല്ലേ അപ്പൊ കിട്ടും തിന്നാൻ. ഞാൻ പറഞ്ഞല്ലേ ബജ്ജിന്റെ പോയതല്ല, എന്തായാലും തിന്നാൻ പോയി. അപ്പൊ സാധനം കിട്ടില്ല, ഫ്രീ ആയിട്ട് തിന്നതാ. അപ്പൊ ഞങ്ങൾ തന്നെ ഇത് തിന്നട്ടെ. ഓക്കെ, തരാം. അത് തൊട്ട് പോയില്ല ഞങ്ങളുണ്ടായത്. ഈ ഫ്രണ്ടിൽ വന്ന വഞ്ചി ഇവിടെ ഒറ്റയടിയാ ആൾക്കാരൊക്കെ വെള്ളത്തിൽ. ഞങ്ങള് രക്ഷപ്പെട്ടു. ബാക്കിൽ വന്ന വണ്ടിയിലോണ്ട് പഞ്ചിയിലായോണ്ട് അടുത്ത്
മുഴുവൻ വണ്ടിയിൽ തന്നോട്ടാ ഞാൻ കമ്പനി കിടന്നു. അവിടെ മീൻ വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ കണ്ട കണ്ണടി കിട്ടും അതിന്റെ ഉള്ളിൽ കിടന്ന നാട്ട് കറിയത്ത് നോക്ക്. 12 o'clock midnight. ഇല്ലില്ല നമ്പർ കിട്ടിയില്ല. നമ്പർ പഠിക്ക്. ഇപ്പൊ സമയം 12 മണിയാണ്. 12:30 കുളിക്കാൻ പോണം. ആലുവയില് കുളിക്കാൻ പോണം. ഓ സുരച്ചേട്ട വീഡിയോയിൽ പെടാൻ അവന്റെ ഒപ്പം ഇറങ്ങിയേക്ക. തണുക്കണ്ട തണുക്കണു. ശരണമയ്യപ്പ സ്വാം ശരണമയ്യപ്പ സ്വാം. സമയത്ര കാണാനില്ല. 1:56. ഈ സമയം 1:56. ഞങ്ങൾ 1 മണിക്ക് എങ്ങാണ്ട്, 1 മണിക്കല്ല 12:30 തന്നെ മുങ്ങി കുളിച്ച് നേരെ ചോറ്റാനിക്കര അമ്പലത്തിലോട്ട് വന്ന് ഇനി ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴുത് എന്നിട്ട് ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അപ്പോൾ ഉള്ളിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല, ഭയങ്കര സീനാണെന്നൊക്കെയാണ് പറഞ്ഞത്. സോ അകത്തൊന്നും വീഡിയോ എടുക്കുന്നില്ല, ജസ്റ്റ് പുറമേ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ തൊഴുതിയിട്ട് ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകും. ഓക്കെ, ഗോ. ഗൈസ്, അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴുതിറങ്ങി ചായ കുടിച്ചിട്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകും. ഓക്കെ, പരാറ്റ. മുത്തുച്ചാമി ഗണേന്ദ്രപ്പ തൂങ്ങുതാ, മുത്തുച്ചാമി തൂങ്ങുത്. അങ്ങനെ നമ്മള് അവിടുന്ന് ചോറ്റാനിക്കര അമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൈക്കം അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത്. കാരണം CCTV ഒക്കെ ഉണ്ട്, എടുക്കാൻ പറ്റുമോ? അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ എടുക്കാന്ന് പറഞ്ഞു, അകത്തൊന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, പുറത്ത് പറ്റുന്നൊക്കെ നമുക്ക് എടുക്കാം. ചെവിയിൽ പറയാം. നമുക്കവിടെ ചെവിയിലൊക്കെ പറയാം കേട്ടോ. അവിടെ ചെവിയിൽ പറയുന്നുണ്ടോ? അതുപോലെ നമുക്ക് ചെവിയിലൊക്കെ പറയാം. അപ്പൊ ഇതാണ് അമ്പലം. ഇതിന്റെ അകത്തും അവരൊക്കെ പണ്ട് അങ്ങനെ നമ്മൾ വൈക്കത്തപ്പ അമ്പലത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതിപ്പോൾ ഇറങ്ങി നേരെ ബസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ബസ് കയറാൻ ഇനി അടുത്ത അമ്പലത്തിലോട്ട് ഇറങ്ങുക. അടുത്തത് ഏതായിരിക്കും എന്ന് പറഞ്ഞ്? അടുത്തത് ഏറ്റുമാനൂരപ്പൻ അമ്പലമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, നമുക്ക് എന്തായാലും ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് അടുത്ത അമ്പലത്തിലോട്ട് പോകാം. ഓക്കെ,
അപ്പോൾ ഇനി അടുത്ത അമ്പലത്തിൽ കാണാം. ബൈ. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കടുത്തുരുത്തി അമ്പലത്തിലേക്കാണ്.